നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്. മരണത്തേക്ക് കത്തിയോണ്ട് ചെറുക പറയാ ഋഷുവിന് കുടുംബത്തിൽ നിന്ന് ഒരാള് പോയ വിഷമം ഫ്രിഡ്ജ് മാത്രം എണ്ണ കുപ്പിയുടെ എഴുതി വെള്ളാണ് ഒഴിച്ചിട്ട്. ഹലോ അസ്സലാമലൈക്കും. അപ്പൊ അങ്ങനെ നമ്മളെ നോമ്പായില്ലേ? ആദ്യത്തെ നോമ്പാണെന്ന് നമ്മള് രണ്ടാളും ആദ്യത്തെ നോമ്പിന് തന്നെ ഇന്ന് വ്ലോഗ് എടുക്കാൻ വന്നിക്കാണ്. സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ മോളുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഈ റമദാനില് നോമ്പിന് വ്ലോഗൊക്കെ എടുക്കണം എന്ന് ഇൻഷാ അല്ലാഹ് വിചാരിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇന്ന് നമ്മളെ ഫുഡ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാം? ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ കൊണ്ട് നമ്മളെ നോമ്പിന്റെ ദേശീയ സ്നാക്ക് ആയിട്ടുള്ള മയോ ചിക്കൻ ബാളും അതന്നെ ഉണ്ടാക്കുന്നത്. കത്തുക പോലും ഇല്ല റബ്ബേ. നിങ്ങൾ എന്നത്തെയും പോലെ കരുതുന്നുണ്ടാവും ഞാൻ എന്താ പണിയെടുക്കാൻ നിൽക്കണേ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് പണിയെടുക്കാമെന്ന് പറഞ്ഞു. ഇമ്മ എന്നോട് പറഞ്ഞോളൂ എന്റെ കുട്ടി പനിയൊന്നും എടുക്കണ്ട, വീഡിയോ എടുത്താൽ മതി പറഞ്ഞു. അപ്പൊ ഉള്ളി പൊളിച്ചപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്താൽ മതി. പിന്നെ ഈ അടച്ചക്കലും ഞാൻ നോക്കുമ്പോ കൊറേ കത്തിച്ചു അടച്ചക്കലുമാണ്. ഞാൻ അപ്പൊ എന്താ കാട്ടുക? ഞാൻ ഇമ്മ വിളിച്ചൊന്നുമില്ല, നമുക്ക് വീഡിയോ എടുത്താൽ മതി. ഞാൻ അപ്പൊ പറഞ്ഞ എന്താണെന്നറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ചിലവര് കമന്റ് ബോക്സിൽ പറയുള്ളൂ മോള് പണിയൊന്നും എടുക്കലില്ല അങ്ങനെയൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മള് മയോബാൾ ഉണ്ടാവായിരിക്കണം. ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയാ? ഞാൻ അടുക്കളേക്കൊന്നും വരലില്ല. സ്കൂളിൽ എന്നാലും അത് കരുതിയാണ് നിങ്ങള് ഫുൾ എ പ്ലസ് കിട്ടുന്നൊന്നും കരുതരുത് കേട്ടോ. ഞാന് പഠിച്ചത് എത്ര പഠിച്ചാലും അങ്ങനെയൊന്നും ഇങ്ങനെ കാണുന്നില്ലല്ലേ. ഈ തേങ്ങ ചിരവട്ടെ. കത്തിയോണ്ട് ചിരക? കത്തിയോണ്ട് ചിരവല്ല, ഇങ്ങനെ എടുക്കതല്ല. ഇതെന്ത് മനസ്സത്തിയപ്പോ? അപ്പൊ ഞാൻ അങ്ങനെയല്ല കണ്ടിക്കണം. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ചിരക. അത് ഞാൻ ഈ നനച്ചുള്ളിപ്പണി എടുത്തപ്പോ ആ ഇരുന്ന് ചിരകണത് പുറത്തുണ്ടോ ചോദിച്ചു. അത് ഉപയോഗിക്കാതെ വെച്ചിട്ട് തുരുമ്പിടിച്ചിരിക്കുന്നു. അപ്പൊ ഞാനിതാ ചെയ്യല്, ഇങ്ങനെ തേങ്ങ എടുക്കുന്നു. ഉടായിപ്പ് ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യാ. ഇനി തേങ്ങ ചിരവട്ടെ മിക്സിയില്. ചെറുക്കന് ഇവിടെ ഉണ്ട് ട്ടോ. ഓന് പാക സങ്കടത്തിലാണ്. ഓന്റെ ഫ്രണ്ട് അവിടെ അല്ലല്ലേ കണ്ടു. എന്നിട്ട് ഓന്റെ പറഞ്ഞറിയോ പനിയാണ്. ഓനൊരു കാര്യമുണ്ട്, റിഷുവിന്റെ ഒരു കാര്യമുണ്ട്. ഓൻ എങ്ങനെ അറിയോ? രാത്രി ആയാല് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഒളിഞ്ഞോക്കല്ല, നമ്മളവിടുത്തെ സിറ്റ് ഔട്ടിലൊന്നും ഇങ്ങനെ പാലിയോ കോരോ അവിടെ ഉണ്ടോന്ന്. ഓന്റെ മനസ്സനെ കുറുക്കൻ ചത്താല് കോഴി ചത്താലോ കുറുക്കൻ ചത്താല് അങ്ങനെ അവിടെ ഓന്റെ മനസ്സ് അവിടെയാണ്. പഠിപ്പിച്ചുമ്പോഴും രാത്രി എവിടെ കിടക്ക ചെല്ലും. ഇവിടെ സ്നാക്കിലേക്കുള്ള ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് തണുക്കാൻ വേണ്ടിട്ട് മാറ്റിയേക്കാം. അപ്പൊ നമുക്ക് ഇതിലെ കഷ്ണങ്ങൾ മാത്രം മതിയല്ലോ. അപ്പൊ നമുക്ക് ഇതിലെ സൂപ്പ് ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ടാവും. നല്ല ഗുഡ് ഐഡിയ. സൂപ്പ് കളയുണ്ടല്ലോ. എന്റെ അമ്മാന്റെ അത്ര ജീനിയസ് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടുക്കണോ? നിങ്ങളതറിഞ്ഞോ? ഒരാളെ പണി
പണി എടുക്കുകയാണ്. എന്നിട്ട് ഒരു അച്ചേക്കണു. ഞാൻ അമ്മ ഊണൊന്നാ എഴുതി നോക്കുമ്പോ ഉണ്ട് ക്യാമറ. ഇത് ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഞങ്ങൾ ആരൊക്കെയും ചോദിച്ചു താത്താക്ക് എന്തൊരു വിഷമം ചോദിച്ചില്ല. ക്യാമറ ചാടി പൊട്ടിയിട്ടുണ്ട് എനിക്ക് വിഷമം. പിന്നെ എങ്ങനെ ചിരിച്ചാ? നല്ല സങ്കടമുണ്ട്. കാരണം നമ്മള് ചാനല് കൊച്ചു ഫാമിലി തുടങ്ങിയപ്പോ മുതൽ നമ്മളെ കൂടെയുള്ള ആളൊക്കെ ക്യാമറ ഇത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതെ, പാവണ്ട്. ഞങ്ങള് ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് പോയ വിഷമാണ്. തിരിച്ചു കിട്ടിയാലുള്ളൂ എന്റെ മുഖത്ത് ഒരു സന്തോഷം വരിക. അത് എവിടെന്നാവും പാപ്പ ശരിയാക്കാൻ കൊടുത്തുക്കണോന്നൊക്കെ പറഞ്ഞു കൊടുത്തിക്കണം. അപ്പൊ അതിന്റെ എന്തോ സാധനം കിട്ടിയിട്ടില്ല എന്നാണ്. കിട്ടിയാ തിരിച്ചു കിട്ടും. ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ ആവുമ്പത്തിന് കിട്ടും. ആക്ച്വലി പണിക്ക് മിസ്സായതാണ്. പാവല്ലേ, മാക്ക് മിസ് ചെയ്യാണ്ട്. ഇനിയിപ്പൊ ഫുഡൊക്കെ ഇറങ്ങണമെന്നൊന്നും അറിയില്ല മിസ്സായിട്ട്. അതൊന്നുമില്ല, നോമ്പ് വന്നാൽ വിശക്കുമ്പോ നമ്മള് തിന്നൂലേ. സങ്കടമുണ്ട്, നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്. ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്നാക്കിലേക്കുള്ള ക്യാബേജും ക്യാരറ്റും കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്ലെ. നമ്മള് ഉണ്ടുണ്ടാക്കണ്ടേ. ഇവിടെ കിടന്ന് ചൂടാറട്ടെ. രണ്ടാളും അങ്ങോട്ട് തണുക്കട്ടെ അല്ലെ. എന്നിട്ട് വേണം നമുക്കൊരു ഉണ്ടുണ്ടാക്കാൻ. അപ്പൊ ഞാൻ ഇത് എടുക്കട്ടെ. നമ്മള് ക്യാരറ്റ് ഇവിടെ കേട്ടോ. നമ്മളെ നോമ്പായിട്ട് സെറ്റ് ആക്കിയതാട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിൽ വെച്ചു. വെജിറ്റബിൾസ് മീൻസ് സലാഡിനൊക്കെ ഉള്ളത് കേട്ടോ. ക്യാബേജ് പിന്നെ നമ്മള് പണ്ടത്തെ കഴിഞ്ഞ നോമ്പിന് കൊടുന്ന് വെച്ചതാണ്. ഞാൻ പറഞ്ഞുതരാം. നോമ്പ് ഇത് ഏതാ കൊറേ കിഴികള്. അതെന്താ അറിയോ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇതുപോലത്തെ കേട്ടോ, ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കി വെച്ചാലേ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല നോമ്പായപ്പോ. അപ്പൊ ഞാൻ ഒക്കെ ഇങ്ങനെ വെച്ചു. എന്നാ പിന്നെ എങ്ങനെ എടുത്താൽ മതി. കണ്ടോ, കുഞ്ഞി കുറച്ച് പച്ചമുളക്, ഇത് മല്ലിയിലും പുതിനയും കേട്ടോ, കൊറേ പച്ചമുളക്, കൊറേ സാധനങ്ങളുണ്ട്, ഇഞ്ചി. അപ്പൊ നമുക്ക് ഇതിലെങ്ങനെ ഇവരെയൊക്കെ ഒതുക്കാം. ഇല്ല അതാ ഫ്രിഡ്ജ് മാത്രം ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഫ്രിഡ്ജ് വന്നത്. അപ്പൊ ഒന്ന് അടച്ചിട്ട് പോവാ, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പാവണ്ട് എടുക്കുമ്പ പാവം തോന്നുക. നോമ്പാ മോളോ. പ്രോഗ്രസ് ഉമ്മാന്റെ അടുത്ത് നല്ല സിസ്റ്റംസും ടെക്നിക്സും ഇതൊക്കെ എടുക്കാൻ പഠിച്ചിട്ടാണ് വെക്കല. ഇതൊക്കെ എല്ലാവരും ഉണ്ട്. കണ്ടോ കാട്ടുന്നത്. ഇല്ല, കുറച്ചും കൂടി ആവാണ്ട്. മോളോ നിനക്ക് വല്ലപ്പോഴും അടുക്കളയിലൊക്കെ കയറണം. +1 പഠിച്ചിട്ട് വല്ലപ്പോഴും അടുക്കളയിൽ കയറിയിരിക്കണോ? എന്നോയിച്ചേ സൽക്കാരത്തിന് വീഡിയോ എടുക്കാൻ. പിന്നെ ഞാനും പഠിച്ചതിനകത്ത് അടുക്കളയിൽ കയറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളെ കമ്പനി ചെയ്യാത്ത. അതിനൊക്കെ അനുഭവിച്ചിരിക്കണ കല്യാണം കഴിഞ്ഞപ്പോ ഞോളും അനുഭവിച്ചു. അല്ലട്ടാ, അതിന്റെ മുമ്പ് ഞാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ അങ്ങനെയല്ല, ഞാനൊക്കെ പഠിപ്പിച്ചത് കയറുമ്പോ യൂട്യൂബ് മണ്ണാൻ കട്ടിയൊന്നും നോക്കിയാലും പറഞ്ഞൊക്കെ കൊടുക്കില്ല കേട്ടോ. ഒരു കുന്തം അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പൊ ഈ ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ അരിയണില്ലേ? അത്രേ ഉള്ളൂ, വേറെ ഞാൻ അതേമാതിരി ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അതട്ടോ കണ്ണുവെച്ചിട്ടാണ്. ഉമ്മച്ചിക്ക് നല്ല സുഖാണല്ലോ എന്നൊക്കെ പറഞ്ഞു. സുഖാണെന്നോ ഞാൻ ആ സാധനത്തിന്റെ പിന്നെ പണ്ട് തൃശ്ശൂര് പണ്ടൊരു ഗെയിം ഉണ്ടായിട്ടോ ഫോണിൽ ഇങ്ങനെ അടുക്കള കാര്യങ്ങളൊക്കെ കൂടിയ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ഋഷു അടുക്കളയിൽ വന്ന് നോക്കുമ്പോ ഉമ്മച്ചിക്ക് കൊറേ സാധനമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധനമാനങ്ങൾ അത് പറഞ്ഞൊരു പുതുമയായിരുന്നു. അതേപോലെ ഇപ്പൊ കൊറേ സാധനമാനങ്ങൾ ഇട്ടപ്പോ ആവില്ലെങ്കിൽ ആവോക്കാൻ പറ്റും. വെജിറ്റബിൾ കട്ട് ചെയ്യാലേ എനിക്ക് ഇഷ്ടാവില്ലേ? വീഡിയോ എടുക്കുക, കട്ട് ചെയ്യുമ്പോ വീഡിയോ എടുക്കുക. ഞങ്ങൾക്ക് വൃത്തിയുണ്ട് അറിയിച്ചാട്ടോ. തുടച്ച് വൃത്തിയാക്കി അതന്നെ പറയാം, ഞങ്ങൾക്ക് വൃത്തിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിക്ക് മയോണൈസ് വേണം കേട്ടോ. അപ്പൊ നിങ്ങള് പറയും മുട്ടോണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നത് നല്ലതൊന്നുമല്ല. പക്ഷെ നമ്മളിപ്പൊ ഉണ്ടാക്കി ഇപ്പൊ തന്നെ സ്നാക്ക് ഉണ്ടാക്കി ഇപ്പൊ തന്നെ തിന്നാണ്. ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നില്ല. ഇപ്പൊ പുറത്തുനിന്നൊക്കെ നമ്മള് ഫുഡ് കൊണ്ടുവരും. അപ്പൊ മയോണൈസ് ഞാൻ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ വെക്കുമ്പോ പറയും നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തിന്നോ, എന്നാ വേഗം പാസ്പോർട്ട് ഇട്ടോ. എങ്ങട്ടാന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടാണ് ഞാൻ നരകത്തിലാണ്. അല്ലല്ലേ അത്. അപ്പൊ ഓക്ക് മയോണൈസ് ഇഷ്ടാട്ടോ. മയോണൈസ് പച്ചക്ക് തിന്നാനല്ല, ഫുഡിന്റെ
കൂട്ടിട്ടുണ്ടാവില്ല. ഒരാൾ ഇതാ കൂടെ വാതിലൊക്കെ തല്ലി പൊട്ടിച്ച് വരുന്നു. ശരിശല്ലേ ഇത്? തുറന്നു കൊടുക്കടി ഒന്ന് ടൈറ്റ് ആയ വെയിറ്റ് വറുത്തതും കൂടി ഒന്ന് അരച്ച് കറി പൊയ്ക്കുക. എന്നിട്ട് പിന്നെ സ്നാക്ക് ഉണ്ടാക്കാം അല്ലെ. എപ്പൊ തുടങ്ങിയിട്ടില്ലേ സ്നാക്ക് ഉണ്ടാക്കല്? സ്നാക്ക് ഉണ്ടാക്കണം, ജ്യൂസ് ഉണ്ടാക്കണം, പിന്നെ പത്തിരി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. കാരണം കൊറേ കാലം പപ്പ വരുമ്പോ തിന്നാൻ കൊടുക്കുക ഒന്നും ഉണ്ടാവില്ല. പപ്പ നല്ല ത്രില്ലാക്കര കൊറേ കാലം സത്യം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി പത്തിരി നല്ല കോമ്പിനേഷൻ. പക്ഷെ നാടൻ കോഴിയാവണം അല്ലേ. ഇത് നാടനല്ല, ഇത് ഫാഷനബിൾ അല്ല, മോഡസ്റ്റ് ഇരിക്കട്ടെ. നമ്മളിതൊക്കെ കണ്ട് പഠിച്ചോ? ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചില്ലേ പണക്ക്? പിന്നെ സ്നാക്ക് ഉണ്ടാക്കാൻ പിന്നല്ലാതെ കണ്ട് പഠിച്ചു. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയിച്ചിട്ടാ. ബിരിയാണി മുതൽ മന്തി മുതൽ അൽഫാം വരെ കണ്ടിട്ടുള്ള പരിചയം ഉണ്ടാവും. പക്ഷെ ശരിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാട്ടോ. പിസ്സ ഉണ്ടാക്കാനും അറിയാം. പിന്നെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിന്റെ മേലെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. അല്ല പിന്നെ ഉമ്മ ചീസൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആക്കി അതൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇതാണ് സാധനം, പൊടി സാധനല്ലേ. ബല്ലന്മാരുടെ അടുത്ത് കൊറേ സാധനങ്ങളുണ്ട്. ചൊറുക്കാൻ നോക്കാം. ചെലപ്പോ എന്താണ് ചെറിയ ശരിയാ. എന്തൊരു കറി തിളച്ച് പൊന്തിട്ടുണ്ട് കുഞ്ഞിക്കടായിയാണ് ഇതാ. രസം കേൾക്കണോ? എണ്ണ കുപ്പിയാണ് ഇതിന് വെള്ളാണ് ഒഴിച്ചിട്ട് സംശയം വെള്ളം കളഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു നോക്കട്ടെ. അതല്ല അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചുമ്പോ കരിയൂലേ? കരിയേ ഇതിന്റെ എണ്ണ കുപ്പി ഇത് വെള്ളക്കുപ്പി ഇതൊക്കെ എത്ര വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്ന് വേറൊരു അബദ്ധം പറ്റി. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളോടൊക്കെ പറയുന്നത് അറിയോ? ഞാനിന്ന് എണ്ണ വെച്ച് കുളിച്ചു കേട്ടോ. ആഴ്ച 2 ദിവസമൊക്കെ എണ്ണ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഷാമ്പു തേച്ചിട്ടും പത ആവണില്ല. ഇത്ര തേച്ചിട്ട് ഇത് എന്ത് ഷാമ്പു എത്തി. അവസാനം നോക്കുമ്പോ ഇത് കണ്ടീഷണർ. ഈ കണ്ടീഷണർ തേക്കട്ടെ കണ്ടീഷണർ എടുക്കാൻ പോകുമ്പോ അത് ഷാമ്പു. കണ്ടീഷണർ എത്ര വാങ്ങറിന്റെ മുടി ഇങ്ങനത്തെ മുടി ആയതുകൊണ്ട് ചുരുക്കി പറഞ്ഞ ക്യാമറ പോയോടുകൂടി ആകെ എന്തൊക്കെ പോലെ ഉമ്മക്ക് ആകെ മാനസിക നില തെറ്റി. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് അത്രയും അടുപ്പം തോന്നുന്നു. എന്റെ ഫ്രിഡ്ജ്, എന്റെ വാഷിംഗ് മെഷീൻ, എന്റെ ക്യാമറ കുട്ടികളെ പോലെയാണ് എനിക്ക്. അതുപോലെ അതൊന്നും അല്ല കേട്ടോ. ചിലപ്പോ അശ്രദ്ധയായി. പക്ഷെ ഉമ്മന്റെ കൈകൾ കൊണ്ടാണ് അവനെ ഇല്ലാതാക്കിയത്. ആണ് ഉമ്മ തന്നെ നശിപ്പിച്ചു. നീ ആ വിഷയം വിട്, സങ്കടപ്പെടുത്തല്ലേ. സൂമായി കാണാൻ ഇനി അങ്ങനെ കാണിക്കല്ലേ. കുത്തും പുള്ളിയൊക്കെ കാണാം. എന്നാലും ഞാൻ വെള്ളം ഒഴിച്ച അത്രയൊന്നുമില്ലല്ലോ. എണ്ണയാണ് കരുതി നല്ല ഇതല്ല. എണ്ണ നോമ്പായതുകൊണ്ടായിരിക്കല്ലേ. എണ്ണയെന്ന് കരുതി വെള്ളം ഒഴിച്ചു. അത് പോട്ടെ. അതല്ലേ എത്രമാനം കണ്ടീഷണർ ബോട്ടിലൊന്നും ശ്രദ്ധിക്കണ്ടേ. രണ്ടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയില്ലേ സംഭവിച്ചത് പറയണം. മനുഷ്യനല്ലേ പുള്ളേ, മനുഷ്യനല്ലേ പുള്ളേ. നമ്മളെ കറി റെഡി. കറി റെഡിയായി. ഇനി ഉണ്ടാപ്പൊരി നമുക്ക് എന്ത് ചെയ്യാ അറിയാം? വെജിറ്റബിൾസ് വഴറ്റാൻ വെച്ചിട്ട് ചിക്കനെ പിച്ചിക്കൊണ്ടാം. നമുക്ക് ട്രൈ ചെയ്തോ. ഒന്നിൽ പഴച്ചാൽ 3 കണ്ടോ? 3 പഴച്ചു. ഞാൻ ഒന്ന് കത്തിച്ചു നോക്കട്ടെ. അല്ലാതെ കുറച്ച് ചെയ്യണം. കൈ കൊടുക്കും. നിർത്തിപ്പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഉണ്ടപ്പൊരി ഉണ്ടാക്കുക. അതെ, അപ്പത്തെ വീട്ടിലെ കുക്കറൊക്കെ വിസിലടിച്ചുമ്പോ അവിടെ അങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. അവിടുത്തെ അപ്പുറത്തെ ഗ്യാസ് ഓണാക്കിട്ട് സൊള്ളണത് കത്തിയോ. സൺഫ്ലവർ ആണ്. കാരണം നമ്മളെ ചിക്കൻ മയോബാൾ എന്ന് പറയുന്നത് ഹിന്ദിക്കാരനാണ്. മറ്റേ വെളിച്ചെണ്ണൊന്നും പറ്റില്ല. സൺഫ്ലവർ ഒക്കെ ഓയിലൊക്കെ ഉള്ളു പച്ച. അതെ, പാവൈറ്റങ്ങൾ നല്ല കോമ്പിനേഷൻ. അതാണ് മയോബോളിന്റെ പ്രത്യേകത.
അങ്ങനെയല്ല, ഹിന്ദിക്കാര് ക്യാപ്സിക്കം ഉണ്ട്. അത് ഞാന് ക്യാപ്സിക്കത്തെ ഒഴിവാക്കി പകരം നമ്മളെ നാടൻ സാധനങ്ങൾ ആഡ് ചെയ്തതാ. ക്യാപ്സിക്കം കഴിക്കാൻ രസമല്ല. ഒരു സംഭവം തന്നെ. എന്നാ പോയമ്മക്ക് എനിക്ക് വയ്യ. ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഐസ്ക്രീം. വേഗം പോയി നിസ്കരിച്ചു. റിഷു ഉണ്ട് പോവാന്. റിഷു ഡ്രസ്സ് മരണം ഇതുവരെ ഏതൊക്കെ ഡ്രസ് ഇട്ട് നടക്കുന്നു, കൂടെ വിളയാടി നടക്കുന്നു. പപ്പ നിസ്കരിച്ചാ ഇപ്പൊ വരൂല്ലേ? നോക്കുമ്പോ എന്തോ ഒന്നിന്റെ കുറവ്. അപ്പൊ നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം അല്ലാതെ ഇങ്ങനെ നമ്മള് ദാഹം മാറല്ലേ. അപ്പൊ റോസ് സിറപ്പും കൂട്ടി ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് ഉണ്ടാക്കി പെട്ടെന്ന്. ഞാൻ അവിടെ നിർത്തും. പക്ഷേ ഞാൻ നാളെ എന്തൊക്കെയാണെന്ന് പറയുമ്പോ രണ്ടെണ്ണീച്ച എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ ഞാൻ കുറേ തിന്നും പറഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി. പിന്നെ അമ്മമാരെ രണ്ടെണ്ണം തിന്നു വലിയ ഉറപ്പൊന്നുമില്ല. കാരണം അമ്മക്ക് എണ്ണക്കടികളോട് വലിയ ഇൻട്രസ്റ്റ് സ്നേഹി. നമ്മളെ ഫാദർ വന്നു കേട്ടോ. രണ്ടെണ്ണം തിന്നോ? അല്ലാ, സംസാരിക്കാനൊന്നും വയ്യ. ആദ്യത്തെ നോമ്പിൽ തന്നെ ഉള്ളു വിമ്മിഷ്ടൊക്കെ ഉണ്ടാവുക. നീ വൈക്ക് വരൂലല്ലോ ഒന്ന്. ഇനി നാളെ രാവിലെ കാണാനല്ലേ. അത്രക്ക് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നമ്മളെ ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലേ അമ്മ. 29 30 29 28 അല്ലേ. അപ്പൊ നമ്മള് ഇനിയും കൊറേ നോമ്പ് തുറ വീഡിയോയും പലതരം വീഡിയോസ് ഒക്കെ ഇടുന്നേക്കല്ലേ. അപ്പൊ നമ്മള് ഈ വീഡിയോ അവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ അന്നത്തെ ഫുഡ് എന്തൊക്കെയായിരുന്നു. അപ്പൊ മറ്റൊരു കീഴിലുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.